ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് നീ റീപ്ലേസ്മെൻറ്റ് സർജറിയിലെ ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് റോബോട്ടിക് സർജറി. ഡോക്ടർ മോഹൻകുമാർ, ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നീ റീപ്ലേസ്മെൻറ്റ് സർജറി മാത്രമാണോ ഇതിനാകെയുള്ളൊരു പരിഹാരം? അല്ല, നീ റീപ്ലേസ്മെൻറ്റ് സർജറി നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആൾക്കാർക്കാണ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ അതിനൊരു കാലാവധിയൊക്കെ ഉണ്ട്. യൂഷ്വലി 15 years 20 years ഒക്കെയാണ് നിൽക്കുക. അപ്പോൾ അത് നമ്മൾ കൂടുതലായിട്ട് മിസ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതിലും കുറച്ച് സമയം ചിലപ്പോൾ നിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഫിസിയോളജിക്കലി യങ് ആയിട്ടുള്ള പേഷ്യൻ്റ്, അതായത് പ്രായം കൊണ്ട് കൂടുതലാണെങ്കിലും ഫിസിയോളജിക്കലി യങ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് അഡ്വൈസ് ചെയ്യാറില്ല. പിന്നെ ഈ യതീഷ് പറഞ്ഞ മാതിരി ഈ കാലിൻ്റെ അലൈൻമെൻറ്റ് പോയിരിക്കുന്ന ആൾക്കാരുണ്ട്, ഉള്ളിലേക്ക് വളഞ്ഞ് പുറത്തേക്ക് വളഞ്ഞ്. അപ്പോൾ ആ യങ് പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ ആ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യമായിട്ട് ആദ്യം ചെയ്ത് നോക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വണ്ടിയുടെ ടയറിൻ്റെ അലൈൻമെൻറ്റ് പോയി കഴിയുമ്പോൾ ഒരു സൈഡ് മാത്രം അങ്ങനെ തേഞ്ഞു പോകും. അതാണ് ഈ പർട്ടിക്കുലർ ഇതിൽ സംഭവിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആ ടയർ എടുത്തിട്ട് അത് തിരിച്ചിട്ട് കൊടുക്കും. അപ്പോൾ ആ തേയാത്ത ഭാഗം കുറേ കാലം ഓടും. അതേമാതിരി നമ്മുടെ മുട്ടിൻ്റെ വളവ് നിവർത്തി കൊടുക്കുമ്പോൾ അടുത്ത ഒരു 5 വർഷം 10 വർഷം 15 വർഷം ചിലപ്പോൾ ഓടിയിരിക്കാം. അപ്പോൾ യങ് പേഷ്യൻസിന് നമ്മൾ നീ റീപ്ലേസ്മെൻറ്റ് അഡ്വൈസ് ചെയ്യുന്നത് ഒരു ലാസ്റ്റ് ഓപ്ഷനായിട്ടാണ്. നമുക്ക് അലൈൻമെൻറ്റിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതാദ്യം കറക്റ്റ് ചെയ്യണം. പിന്നെ റൊമറ്റോയിഡ് പോലെയുള്ള അസുഖം ബാധിച്ചിട്ട് അലൈൻമെൻറ്റ് നേരെയാണെങ്കിലും മുട്ടുപോയ ആൾക്കാരുണ്ട്. അവർക്ക് യങ് ആണെങ്കിൽ പോലും നീ റീപ്ലേസ്മെൻറ്റ് അഡ്വൈസ് ചെയ്യാം.